ഒറ്റ മണിക്കൂർ കൊണ്ട് 19,000 20,000 ടിക്കറ്റൊക്കെ വിറ്റുമാറുന്ന സിനിമകൾ മലയാള സിനിമയിൽ അപൂർവമൊന്നുമല്ല. നേരത്തെയൊക്കെ നമുക്ക് ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ എമ്പുരാൻ വന്നതിന് ശേഷം തുടരും, ലോക, വാഴ, ആട് 3 എന്നുവേണ്ട നിരവധി ചിത്രങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് 20,000 30,000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റുമാറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പടം റിലീഫാകുന്നതിന് മുമ്പ്, റിലീഫാകുന്നതിൻ്റെ തലേ ദിവസം 19,000 20,000 ടിക്കറ്റൊക്കെ വിറ്റു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് എമ്പുരാന് ശേഷം മറ്റൊരു അത്ഭുതമാണെന്ന് പറയേണ്ടി വരും. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 8 കോടി രൂപയോളം പ്രീഫെയിൽ ഇനത്തിൽ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 30 കോടിക്ക് മുകളിലാണ് കണക്കുകൾ വരുന്നത്. ഏകദേശം 35 കോടിക്ക് അടുത്തെങ്കിലും എത്തുമെന്നാണ് അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ആദ്യ ദിവസം പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ 50 കോടി കടക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് മൈ ഷോ കത്തിച്ചു എന്ന് തന്നെ പറയാം ഇന്നത്തെ ദിവസം. കാരണം 19,000 20,000 ടിക്കറ്റ് പടം റിലീഫാകുന്നതിന് മുമ്പ് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ പടം റിലീഫായതിന് ശേഷം ഒരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ബുക്ക് മൈ ഷോയിലെ അവസ്ഥ? 50,000 ഒക്കെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. എമ്പുരാനിൽ നമ്മൾ 1,00,000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റ് പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കൊച്ചു ചിത്രം, മലയാളത്തിൻ്റെ കുടുംബചിത്രം എന്ന ലേബലിലുള്ള ദൃശ്യം 3 ഇങ്ങനൊരു ഹൈപ്പിലേക്ക് എത്തുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം അത്രമേൽ ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ഏകദേശം 2,500ഓളം റിലീഫ് കേന്ദ്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ 3,000 ഒക്കെ കടക്കും എന്ന് പറയുന്നു. ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെ ഒരു ബ്രില്യൻസ് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കി ചില ചിത്രങ്ങൾ എടുത്തിട്ട് അടുത്ത കാലത്ത് റിലീഫ് ചെയ്തതിന് ശേഷം ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഉള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പടം മോശമാണോ നല്ലതാണോ എന്നുള്ളതല്ല, തൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള തന്ത്രം പറ്റുന്നത്. ഇപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് എത്ര നല്ലതാണെങ്കിലും അത് ആൾക്കാരിലെത്തിയില്ലെങ്കിൽ ആ സാധനം വിൽക്കത്തില്ലല്ലേ. പക്ഷേ ആൻ്റണിയെ ബിസിനസ് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്ന് മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ ആൻ്റണിയെ കണ്ട് പഠിക്കണം എന്നും പറയേണ്ടി വരും. ആൻ്റണിയെ മാത്രം ആൻ്റണി തന്നെയല്ല കാരണം, ആൻ്റണിക്ക് ശക്തമായ പിന്തുണയുണ്ട് ലാലേട്ടൻ അല്ലാത്ത ചിത്രമാണെങ്കിൽ ആൻ്റണിക്ക് ഇങ്ങനെ ഹൈപ്പിനനുസരിച്ച് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. കാരണം ഒരു എൽ ബ്രാൻഡിൻ്റെ ശക്തിയുണ്ട്, അതും പ്രത്യേകിച്ച് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ചിത്രങ്ങളിലെല്ലാം. അതുകൊണ്ട് ഈ സാധനം എവിടെയും വിറ്റ് പോകാറും. ഇപ്പം അന്യ ഭാഷകളിലെ അടുത്ത കാലത്തൊന്നും മലയാള സിനിമയിൽ കാണാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ കാണാത്ത തിയേറ്ററുകളാണ് അയർലൻഡിലും USA-യിലും സിംഗപ്പൂരിലും കാനഡയിലും ജർമ്മനിയിലും UK-യിലും ഒക്കെ മലയാള സിനിമയ്ക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. UK-യിലൊക്കെ 250 സ്ക്രീനിങ് സെൻറ്റർ ഉണ്ട് എന്നാണ് അറിയുന്നത്. ചിലപ്പോൾ അതിന് കൂടാമെന്ന് പറയുന്നു. നമ്മൾ ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളാണ് അന്യനാട്ടിലൊക്കെ ഉണ്ടാകുന്നത്. കേരളത്തിൽ 7 കോടി 8 കോടി രൂപ പ്രീഫെയിലൂടെ നേടുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ അത് 13 14 ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. കേരളത്തിലെ ജനങ്ങൾ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നോ ദൃശ്യത്തെ, അതുക്കും മേലെയാണ് അന്യഭാഷക്കാർ ദൃശ്യം 3യെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ദൃശ്യത്തെ ഇഷ്ടപ്പെടുന്നത്. എല്ലാ ഭാഷയിലും ദൃശ്യം റീമേക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കായാലും തമിഴാണെങ്കിലും കന്നഡയായാലും ചൈനീസ് ആണെങ്കിലും കൊറിയൻ ആയാലും എല്ലാ ഭാഷയിലും ദൃശ്യം വരികയും അവിടെയെല്ലാം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം ജോർജ് കുട്ടിയുടെ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. അതിനിടയിലാണ് മലയാളത്തിൻ്റെ ജോർജ് കുട്ടിയാണ് ആദ്യമേ വരുന്നത്. ഒറിജിനൽ ജോർജ് കുട്ടി, ഒറിജിനൽ ദൃശ്യം. അത് തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ. അപ്പോൾ ജോർജ് കുട്ടിക്ക് എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി എല്ലാ ഭാഷക്കാരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വലിയ കഥയുടെ ഒന്നും അത്യാവശ്യമില്ല, ക്ലൈമാക്സ് ആയിരിക്കും
നാളെ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുക. ക്ലൈമാക്സ് പൊളിയാണെങ്കിൽ മക്കളെ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പടം കയറി ഞാൻ കൊടുത്തു. ചിലപ്പോൾ 500 കോടിയിലൊക്കെ ചെന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാത്തിരുന്ന് കാണാം. രാവിലെ 8 മണിക്ക് ഷോ കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ചിത്രം നല്ലതായി മാറട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.